എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ്ടേ എൻ്റെ സഖാക്കളെ? അതോ ഭരണം മാറുമ്പോൾ നിങ്ങളുടെ ഈ നിലപാടുകളുടെ ട്രാക്കും തനിയെ അങ്ങോട്ട് മാറുമോ? കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ ആർക്കായാലും ചോദിക്കാൻ തോന്നുന്ന ആ ചോദ്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനും അദാനി ഗ്രൂപ്പും തമ്മിൽ ജനവിരുദ്ധമായ ഏതോ രഹസ്യ ഇടപാട് നടത്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ MSCക്ക് വിഴിഞ്ഞത്ത് വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഒരു രഹസ്യ ഡീൽ നടന്നു, തുറമുഖം കുത്തകകൾക്ക് വിറ്റുതുലച്ചു എന്നൊക്കെയാണ് വിലാപം. പക്ഷേ കളി ഇവിടെയാണ് മാറുന്നത്. ഈ പറയുന്ന CPMന്റെ സ്വന്തം മുഖപത്രം ദേശാഭിമാനി മാസങ്ങൾക്ക് മുമ്പ് എന്താണ് എഴുതി പിടിപ്പിച്ചത് എന്ന് നിങ്ങൾക്കറിയോ? വി.ഡി. സതീശൻ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് ഈ MSC കമ്പനി വിഴിഞ്ഞത്തേക്ക് വരുന്നതിനെ കുറിച്ച് അത്യന്തം ആവേശത്തോടെ വാതോരാതെ പുകഴ്ത്തിയവർ തന്നെയാണ് ഇന്ന് ഭരണം മാറിയപ്പോൾ ഇതിൽ അഴിമതിയും രഹസ്യഡീലും ആരോപിക്കുന്നത്. ഇന്ന് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് വിഴിഞ്ഞത്തിന്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ ഇരട്ടത്താപ്പിന്റെ പച്ചയായ തെളിവുകളും കൃത്യമായ ഔദ്യോഗിക കണക്കുകളുമാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയും അദാനി ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ഇറക്കിയ കോടികളുടെ കണക്കും കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാണാം. നിയമസഭയിൽ മുഖ്യമന്ത്രി തുടർന്ന് നൽകിയ മറുപടിയും അദാനി ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ഇറക്കിയ കോടികളുടെ കണക്കും കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാണാം വിഴിഞ്ഞം ഫയലുകളിലെ ആ അണിയറ സത്യങ്ങൾ. അല്ല, നമ്മൾ ചോദിക്കുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. ദേശാഭിമാനി പത്രം രാവിലെ വായിക്കുന്ന സഖാക്കൾ വൈകുന്നേരം ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോഴെങ്കിലും സ്വന്തം പത്രത്തിൽ വന്ന വാർത്തകളൊന്ന് ഓർത്തു വെക്കണ്ടേ? നമുക്ക് കണക്കുകളിലേക്ക് വരാം. കഴിഞ്ഞ മെയ് 18 പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പുതിയ സർക്കാർ അധികാരമേറ്റ ദിവസങ്ങൾക്കകം, അതായത് ജൂൺ ആദ്യവാരം തന്നെ CPM മുഖപത്രമായി ദേശാഭിമാനിയിൽ വന്നൊരു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. വളരെ പ്രാധാന്യത്തോടെ പോസിറ്റീവായി നൽകിയ ആ വാർത്തയിൽ ദേശാഭിമാനി തന്നെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, മെയ് മാസത്തിൽ പുതിയ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ, അതായത് LDF ഭരണത്തിന്റെ അവസാന കാലയളവിൽ തന്നെ അദാനി പോർട്സും MSC പ്രതിനിധികളും തമ്മിൽ 49% വരെ ഓഹരി പങ്കാളിത്തത്തിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു എന്ന്. കാര്യങ്ങൾ ഇത്രയും സുതാര്യമായി സ്വന്തം പത്രത്തിൽ തന്നെ എഴുതി വെച്ച ശേഷമാണ് ഭരണം പോയതിന്റെ വിഷമത്തിൽ ഇപ്പോൾ പുതിയ സർക്കാരിനെതിരെ CPM രഹസ്യ ഡീല്. പുതിയ സർക്കാരിനെ നമ്മളിവിടെ ന്യായീകരിക്കുന്നേ ഇല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരും തുല്യ പങ്കാളികളാണ്. എന്തായാലും സഖാക്കളെ, സ്വന്തം പത്രം പണ്ട് എഴുതിയത് മറന്നു പോകുന്ന ഈ രോഗത്തിന് രാഷ്ട്രീയത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇനി ഇവരുടെ രണ്ടാമത്തെ വാദം നോക്കാം. MSC കമ്പനി വിഴിഞ്ഞത്ത് എത്തുന്നതോടെ ഈ തുറമുഖം ഒരു പ്രത്യേക കമ്പനിയുടെ കുത്തകയായി മാറുമെന്നാണ് CPM കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. കേട്ടാത്തൊന്നും ലോകത്ത് വേറെ എങ്ങും ഇത്തരം പങ്കാളിത്തങ്ങളില്ലെന്ന്. എന്നാൽ നമുക്ക് തൊട്ടടുത്ത തമിഴ്നാട്ടിലെ അദാനി ഏനൂർ ടെർമിനൽ ഒന്ന് പരിശോധിക്കാം. വിഴിഞ്ഞത്തിന് സമാനമായി അദാനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഏനൂർ ടെർമിനലിലും MSC കമ്പനിക്ക് 49% ഓഹരി പങ്കാളിത്തമുണ്ട്. അവിടുത്തെ ഔദ്യോഗിക ഷിപ്പിംഗ് ഡാറ്റയും അടുത്ത കപ്പലുകളുടെ ലിസ്റ്റും പരിശോധിച്ചാൽ ഈ കുത്തകവാദത്തിന്റെ കാറ്റ് പോകും. ഏനൂർ തുറമുഖത്ത് MSCയുടെ കപ്പലുകൾ മാത്രമല്ല വരുന്നത്. ലോകത്തെ മറ്റൊരു പ്രമുഖ ഷിപ്പിംഗ് ഭീമനും MSCയുടെ ഏറ്റവും വലിയ എതിരാളിയായ മെഴ്സ് ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം മുൻനിര അന്താരാഷ്ട്ര കമ്പനികളുടെയും ഭീമൻ കപ്പലുകൾ നിരന്തരമായി ഏനൂർ ടെർമിനലിൽ വരികയും ചരക്കിറക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിടത്തും ഒരു കുത്തകയും ഇല്ല. വിപണിയിലെ ആരോഗ്യകരമായ മത്സരവും ബിസിനസ് വളർച്ചയും മാത്രമാണ് അവിടെ നടക്കുന്നത്. ഇതേ ആഗോള മാതൃക തന്നെയാണ് വിഴിഞ്ഞത്തും വരാൻ പോകുന്നത്. എന്നിട്ടും ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം CPM നടത്തുന്ന ഈ കുത്തക പ്രചാരണം ശുദ്ധ രാഷ്ട്രീയ പ്രേരിതമല്ലേ? ഇനിയാണ് ഏറ്റവും വലിയ തമാശ. വിഴിഞ്ഞം പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ 5500 കോടി രൂപ നിക്ഷേപിച്ചുവെന്നാണ് CPM കേന്ദ്രങ്ങളും സൈബർ വിങ്ങും പൊതുസമൂഹത്തിൽ നിരന്തരം പ്രചരിപ്പിക്കുന്നത്. മുൻ സർക്കാരിന്റെ വലിയ നേട്ടമായി ഇതിനെ അവർ കൊട്ടിഘോഷിച്ചു. എന്നാൽ ഈ കണക്കുകൾ പൂർണ്ണമായും വ്യാജമാണെന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖകൾ ഇപ്പോൾ നിയമസഭയിൽ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. 2026 ജൂലൈ 1 നിയമസഭയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഔദ്യോഗികമായി നൽകിയ മറുപടി പ്രകാരം വിഴിഞ്ഞം പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഇതുവരെ ചിലവഴിച്ചത് 3764.54 കോടി രൂപ മാത്രമാണ്. അതേസമയം കരാർ വ്യവസ്ഥകൾ പ്രകാരം ആദ്യഘട്ടത്തിൽ അദാനി കമ്പനി മുടക്കേണ്ടിയിരുന്നത് 2454 കോടി രൂപയായിരുന്നു. എന്നാൽ അവർ നിലവിൽ പദ്ധതിക്കായി നേരിട്ട് നിക്ഷേപിച്ചിരിക്കുന്നത് എത്രയാണെന്നറിയോ? കരാറിലേതിനേക്കാൾ ഏകദേശം ഇരട്ടിയോളം തുകയായ 4500 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് ഇതിനോടകം തന്നെ നേരിട്ട് വിഴിഞ്ഞത്ത് നിക്ഷേപിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ വിബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന്റെ ഭാഗമായ 817.80 കോടിയും സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ചേർത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതുകൂടാതെ ഇതിന്റെ തുടർന്നുള്ള ഘട്ടങ്ങൾക്കായി ഏകദേശം 19,000 കോടി രൂപയോളമാണ് അദാനി കമ്പനി വിഴിഞ്ഞത്ത് നിക്ഷേപിക്കാൻ പോകുന്നത്. 5500 കോടി രൂപയുടെ വ്യാജ കണക്കും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചവർക്ക് ഈ 19,000 കോടിയുടെ സ്വകാര്യ നിക്ഷേപത്തെക്കുറിച്ച് മിണ്ടാൻ ഇപ്പോൾ ഭയവുമാണ്.
LDF സർക്കാരിന്റെ കാലത്ത് ഇതേ വിഴിഞ്ഞം പദ്ധതിക്കായി വലിയ കോൺക്ലേവുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഈ പറയുന്ന MSC കമ്പനിയിലെ പ്രമുഖർ ആ കോൺക്ലേവിൽ പങ്കെടുത്തപ്പോൾ ദേശാഭിമാനി അതിനെ വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ വികസന കുതിപ്പ് എന്നായിരുന്നു. വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ശേഷം എത്തിയ കപ്പലുകളിൽ ഭൂരിഭാഗവും MSCയുടേതായിരുന്നു. അത് വിഴിഞ്ഞത്തിന്റെ ചരിത്ര നേട്ടമാണെന്നും ഇതേ ദേശാഭിമാനി തന്നെ മുമ്പ് അഭിമാനത്തോടെ എഴുതിപ്പിടിപ്പിച്ചതാണ്. വിഴിഞ്ഞത്തിന്റെ വികസനത്തിന് ഈ ആഗോള കമ്പനിയുടെ വരവ് അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മുമ്പ് കിണഞ്ഞു പരിശ്രമിച്ചവർ തന്നെയാണ് ഇന്ന് ഭരണം മാറിയപ്പോൾ തങ്ങൾക്ക് കിട്ടേണ്ട രാഷ്ട്രീയ ലാഭം മാത്രം മുൻനിർത്തി ഇതിൽ അഴിമതിയും രഹസ്യ ഇടപാടുകളും ആരോപിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെയിൽ കണക്ടിവിറ്റിയും ഔട്ടർ റിംഗ് റോഡും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളുമായി VD സതീശൻ സർക്കാർ അതിവേഗം മുന്നോട്ട് പോവുകയാണെന്നൊക്കെ പറയുന്നു. പദ്ധതി എത്രയും പെട്ടെന്ന് പൂർണ്ണ സജ്ജമാക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിന് തുരങ്കം വെക്കാൻ നോക്കുന്ന ഇത്തരം രാഷ്ട്രീയ പാപ്പരത്തങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തം പത്രം പുകഴ്ത്തി എഴുതിയ ഒരു കമ്പനിയുടെ വരവിനെ ഭരണം മാറി ഒറ്റ കാരണം കൊണ്ട് അഴിമതി എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളെ പുച്ഛിക്കുകയാണ്. വികസന കാര്യത്തിൽ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ പഠിക്കണം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു കാര്യം, ഭരണത്തിൽ വരുമ്പോൾ മറ്റൊരു കാര്യം എന്ന ഈ ഇരട്ടത്താപ്പ് കേരളം ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇനി അത് വിഴിഞ്ഞത്തിന്റെ മണ്ണിൽ ചെലവാകില്ല. എന്തായാലും കേരളത്തിന് വേണ്ടത് ഈ കടക്കണിയിൽ നിന്നും ഒരു കരകയറ്റമാണ്. അതിന് വിഴിഞ്ഞമെങ്കിൽ വിഴിഞ്ഞം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്തരം വ്യാജ പ്രചാരണങ്ങളോട് നിങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.